ഹായ് ഫ്രണ്ട്സ്, കിസ് പോയിന്റ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണ്? ഓപ്ഷൻ എ മയിൽ, ഓപ്ഷൻ ബി തത്ത, ഓപ്ഷൻ സി കാക്ക ആൻഡ് ഓപ്ഷൻ ഡി കൊക്ക്. ശരി ഉത്തരം ഓപ്ഷൻ എ മയിൽ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിൻ്റെ രചയിതാവ് ആര്? ഓപ്ഷൻ എ എം.ടി. വാസുദേവൻ നായർ, ഓപ്ഷൻ ബി അരുന്ധതി റോയ്, ഓപ്ഷൻ സി ഒ.വി. വിജയൻ ആൻഡ് ഓപ്ഷൻ ഡി കമല സുരയ്യ. ശരിയുത്തരം ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിൻ്റെ രചയിതാവ് ഓപ്ഷൻ ബി അരുന്ധതി റോയ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഏതാണ്? ഓപ്ഷൻ എ അറ്റ്ലാന്റിക്, ഓപ്ഷൻ ബി ഇന്ത്യൻ, ഓപ്ഷൻ സി പസഫിക് ആൻഡ് ഓപ്ഷൻ ഡി ആർക്ടിക്. ശരിയുത്തരം ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഓപ്ഷൻ സി പസഫിക്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ കായികം ഏതാണ്? ഓപ്ഷൻ എ ക്രിക്കറ്റ്, ഓപ്ഷൻ ബി ഫുട്ബോൾ, ഓപ്ഷൻ സി ഹോക്കി ആൻഡ് ഓപ്ഷൻ ഡി ബാഡ്മിൻ്റൺ. ശരിയുത്തരം ഇന്ത്യയുടെ ദേശീയ കായികം ഓപ്ഷൻ സി ഹോക്കി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ചന്ദ്രനിൽ ആദ്യ കാല് കുത്തിയ മനുഷ്യൻ ആര്? ഓപ്ഷൻ എ നീൽ ആംസ്ട്രോങ്, ഓപ്ഷൻ ബി ബസ് ആൽഡ്രിൻ, ഓപ്ഷൻ സി യൂരി ഗാഗരി ആൻഡ് ഓപ്ഷൻ ഡി മൈക്കൽ കോളിൻസ്. ശരിയുത്തരം ചന്ദ്രനിൽ ആദ്യം കാൽ കുത്തിയ മനുഷ്യൻ ഓപ്ഷൻ എ നീൽ ആംസ്ട്രോങ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ത്രിവേണി സംഗമം ഏത് സ്ഥലത്താണ്? ഓപ്ഷൻ എ വാരാണസി, ഓപ്ഷൻ ബി കന്യാകുമാരി, ഓപ്ഷൻ സി പ്രയാഗ്രാജ് ആൻഡ് ഓപ്ഷൻ ഡി ഹരിദ്വാർ. ശരിയുത്തരം ത്രിവേണി സംഗമം ഓപ്ഷൻ സി പ്രയാഗ്രാജ് എന്ന സ്ഥലത്താണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ്? ഓപ്ഷൻ എ കേരള യൂണിവേഴ്സിറ്റി, ഓപ്ഷൻ ബി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ഓപ്ഷൻ സി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ആൻഡ് ഓപ്ഷൻ ഡി കുശാലി യൂണിവേഴ്സിറ്റി. ശരിയുത്തരം കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഓപ്ഷൻ എ കേരള യൂണിവേഴ്സിറ്റി. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, സിന്ധു നദി ഏത് രാജ്യത്തിലൂടെയാണ് പ്രധാനമായും ഒഴുകുന്നത്? ഓപ്ഷൻ എ ഇന്ത്യ, ഓപ്ഷൻ ബി പാകിസ്ഥാൻ, ഓപ്ഷൻ സി ചൈന, ഓപ്ഷൻ ഡി നേപ്പാൾ. ശരിയുത്തരം ഓപ്ഷൻ ബി പാകിസ്ഥാൻ. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രി ആര്? ഓപ്ഷൻ എ സർദാർ വല്ലഭായ് പട്ടേൽ, ഓപ്ഷൻ ബി ഡോക്ടർ അംബേദ്കർ, ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു ആൻഡ് ഓപ്ഷൻ ഡി ലാൽ ബഹാദൂർ ശാസ്ത്രി. ശരിയുത്തരം ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രി ഓപ്ഷൻ എ സർദാർ വല്ലഭായ് പട്ടേൽ. പത്താമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ നോബൽ സമ്മാന ജേതാവ് ആര്? ഓപ്ഷൻ എ രവീന്ദ്രനാഥ് ടാഗോർ, ഓപ്ഷൻ ബി സി വി രാമൻ, ഓപ്ഷൻ സി അമർത്യ സെൻ ആൻഡ് ഓപ്ഷൻ ഡി മദർ തെരേസ. ശരിയുത്തരം ഇന്ത്യയിലെ ആദ്യ നോബൽ സമ്മാന ജേതാവ് ഓപ്ഷൻ എ രവീന്ദ്രനാഥ് ടാഗോർ. 11ാമത്തെ ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും ഉയർന്ന പർവ്വതം ഏതാണ്? ഓപ്ഷൻ എ കഞ്ചൻജംഗ, ഓപ്ഷൻ ബി എവറസ്റ്റ്, ഓപ്ഷൻ സി അന്നപൂർണ ആൻഡ് ഓപ്ഷൻ ഡി മകാലു. ശരിയുത്തരം ലോകത്തിലെ ഏറ്റവും ഉയർന്ന പർവ്വതം ഓപ്ഷൻ ബി എവറസ്റ്റ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ
സുഭാഷ് ചന്ദ്രബോസ്. ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി. ഓപ്ഷൻ സി ഭഗത് സിംഗ്. ആൻഡ് ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു. ശരിയുത്തരം ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി. 13ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ സംസ്ഥാന മൃഗം ഏതാണ്? ഓപ്ഷൻ എ ആന. ഓപ്ഷൻ ബി കടുവ. ഓപ്ഷൻ സി കുരങ്ങ്. ആൻഡ് ഓപ്ഷൻ ഡി കരടി. ശരിയുത്തരം കേരളത്തിന്റെ സംസ്ഥാന മൃഗം ഓപ്ഷൻ എ ആന. 14ാമത്തെ ക്വസ്റ്റ്യൻ, പഞ്ചാബ് എന്ന പദത്തിന് അർത്ഥം എന്താണ്? ഓപ്ഷൻ എ 5 കുന്നുകൾ. ഓപ്ഷൻ ബി 5 നദികൾ. ഓപ്ഷൻ സി 5 നഗരങ്ങൾ. ആൻഡ് ഓപ്ഷൻ ഡി 5 വയലുകൾ. ശരിയുത്തരം പഞ്ചാബ് എന്ന പദത്തിന് അർത്ഥം ഓപ്ഷൻ ബി 5 നദികൾ. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പാർലമെന്റ് എവിടെയാണ്? ഓപ്ഷൻ എ മുംബൈ. ഓപ്ഷൻ ബി ഡൽഹി. ഓപ്ഷൻ സി ചെന്നൈ. ആൻഡ് ഓപ്ഷൻ ഡി കൊൽക്കത്ത. ശരിയുത്തരം ഇന്ത്യൻ പാർലമെന്റ് ഓപ്ഷൻ ബി ഡൽഹി. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ആദ്യ വനിതാ രാഷ്ട്രപതി ആര്? ഓപ്ഷൻ എ പ്രതിഭ പാട്ടീൽ. ഓപ്ഷൻ ബി സരിത ദേവി. ഓപ്ഷൻ സി ഇന്ദിരാഗാന്ധി. ആൻഡ് ഓപ്ഷൻ ഡി ദ്രൗപദി മുർമു. ശരിയുത്തരം ഇന്ത്യയുടെ ആദ്യ വനിതാ രാഷ്ട്രപതി ഓപ്ഷൻ എ പ്രതിഭ പാട്ടേൽ. 17ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ പ്രധാന വിള ഏതാണ്? ഓപ്ഷൻ എ നെല്ല്. ഓപ്ഷൻ ബി മൈസ്. ഓപ്ഷൻ സി ഗോതമ്പ്. ഓപ്ഷൻ ഡി ഓട്സ്. ശരിയുത്തരം കേരളത്തിലെ പ്രധാന വിള ഓപ്ഷൻ എ നെല്ല്. 18ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണ്? ഓപ്ഷൻ എ അൽമരം. ഓപ്ഷൻ ബി മാവ്. ഓപ്ഷൻ സി പീപ്പൽ. ആൻഡ് ഓപ്ഷൻ ഡി ആൽമരം. ശരിയുത്തരം ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഓപ്ഷൻ ഡി ആൽമരം. 19ാമത്തെ ക്വസ്റ്റ്യൻ, സത്യമേവ ജയതേ എവിടെ നിന്നാണ് എടുത്തത്? ഓപ്ഷൻ എ ഉപനിഷത്ത്. ഓപ്ഷൻ ബി വേദം. ഓപ്ഷൻ സി ഭഗവത്ഗീത. ആൻഡ് ഓപ്ഷൻ ഡി രാമായണം. ശരിയുത്തരം ഓപ്ഷൻ എ ഉപനിഷത്ത്. 20ാമത്തെ ക്വസ്റ്റ്യൻ, ലോക പരിസ്ഥിതി ദിനം എപ്പോഴാണ് ആഘോഷിക്കുന്നത്? ഓപ്ഷൻ എ ജൂൺ 5. ഓപ്ഷൻ ബി ഏപ്രിൽ 22. ഓപ്ഷൻ സി ഓഗസ്റ്റ് 15. ആൻഡ് ഓപ്ഷൻ ഡി മാർച്ച് 8. ശരിയുത്തരം ലോക പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നത് ഓപ്ഷൻ എ ജൂൺ 5. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആ താഴെ കാണുന്ന ആ ബെല്ലൈക്കും കൂടി അമർത്തുക. താങ്ക് യു.